4 മണിക്കൂറോളം നാടിനെ മുൾമുനയിൽ നിർത്തി കൊമ്പന്റെ പരാക്രമം. ഗൗരീനന്ദൻ എന്ന ആനയാണ് തൃപ്രയാർ കിഴക്കേനട രാജവീതി റോഡിൽ ഇടഞ്ഞോടി വ്യാപക നാശം വരുത്തിയത്. ഹൈമാസ്റ്റ് സ്ഥാപിച്ച് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടും പുത്തൻവേലിക്കര KSEB കണക്ഷൻ നൽകുന്നില്ലെന്ന് ആരോപണം. പൊയ്യ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ KSEB ഓഫീസിലേക്ക് പ്രതിഷേധ സമരം നടത്തി. പീച്ചിയിൽ വനത്തിനുള്ളിൽ കാട്ടാനാക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മയിലാടുംപാറ സ്വദേശി 35 വയസ്സുള്ള ഷിജുവാണ് മരിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. 4 മണിക്കൂറോളം നാടിനെ മുൾമുനയിൽ നിർത്തി കൊമ്പന്റെ പരാക്രമം. ഗൗരീനന്ദൻ എന്ന ആനയാണ് തൃപ്രയാർ കിഴക്കേനട രാജവീതി റോഡിൽ ഇടഞ്ഞോടി വ്യാപക നാശം വരുത്തിയത്. വീടിന്റെ ഗേറ്റ് തകർത്തു. നിരവധി തെങ്ങുകളും ഇലക്ട്രിക് പോസ്റ്റും മാവും മറിച്ചിട്ടു. ഏറെ പണിപ്പെട്ട് രാവിലെ 7:30യോടെയാണ് ആനയെ തളച്ചത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ലോറിയിൽ എത്തിച്ച് ഒഴിഞ്ഞ പറമ്പിൽ കെട്ടാൻ കൊണ്ടുവന്നപ്പോഴാണ് ആന ഇടഞ്ഞോടിയത്. റോഡിലൂടെ ഓടിയ ആന സമീപത്തെ അലങ്കാര പറമ്പത്ത് സലാമിന്റെ വീടിന്റെ ഗേറ്റ് തകർത്തു. തുടർന്ന് വീടുകളുടെ ഇടയിലൂടെ ഓടിയ ആന കരിമ്പാടത്ത് താമസിക്കുന്ന സുശാന്തിന്റെ ബൈക്ക് തകർത്തു. പുലർച്ചെയായതിനാൽ ആളുകൾ ഉണർന്നിരുന്നില്ല. ഇതിനിടെ സംഭവമറിഞ്ഞവർ ബഹളം വെച്ചതോടെ ആന ഓടി ചെറുപറമ്പ് പ്രദേശത്തെത്തി. അവിടെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ 8 തെങ്ങുകളും സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റും മറിച്ചിട്ടു. പ്രദേശത്തെ ഒരു മാവും തള്ളിയിട്ടു. ഇതിനിടെ പോലീസും എലിഫന്റ് സ്ക്വാഡും സ്ഥലത്തെത്തിയെങ്കിലും ഏറെ പണിപ്പെട്ട് രാവിലെ 7:30യോടെയാണ് ആനയെ തളച്ചത്. ലോറിയിൽ നിന്ന് ഇറക്കുന്നതിനിടെ മുന്നോട്ടെടുത്ത ലോറി ആനയുടെ ശരീരത്തിൽ തട്ടിയതോടെയാണ് ഓടിയതെന്നും പറയുന്നു. കഴിഞ്ഞ ദിവസം വയനാട് എഴുന്നള്ളിപ്പിന് കൊണ്ടുപോയപ്പോഴും ആന ഇടഞ്ഞ് പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. മീഡിയ ടൈം, തൃശൂർ. ഹൈമാസ്റ്റ് സ്ഥാപിച്ച് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടും KSEB കണക്ഷൻ നൽകുന്നില്ലെന്ന് ആരോപണം. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ KSEB ഓഫീസിലേക്ക് പ്രതിഷേധ സമരം നടത്തി. പുത്തൻവേലിക്കര KSEBക്കെതിരെയാണ് പൊയ്യ പഞ്ചായത്ത് അധികൃതർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഞങ്ങളൊക്കെ ഈ ജനപ്രതിനിധികളെ ഈ ജനങ്ങള് തെരഞ്ഞെടുത്തിട്ടാ പോലീസിനെ കാണിച്ച് പേടിപ്പിക്കാന്നതാണ് വിചാരം. ഞങ്ങളെ കുറെ സമരങ്ങൾ ചെയ്തിട്ടും കുറെ പ്രശ്നങ്ങൾ നടത്തിയിട്ട് തന്നെ ഈ ഇവിടെ വന്നിരിക്കണത് ആദ്യമായിട്ടൊന്നല്ല. കേസുകൾ എത്ര നിങ്ങൾ എടുക്കും? ഞങ്ങളെ ഹൈമാസ്റ്റ് സ്ഥാപിച്ച പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടും KSEB കണക്ഷൻ നൽകുന്നില്ലെന്ന് ആരോപണവുമായി പഞ്ചായത്ത് അംഗങ്ങൾ. പുത്തൻവേലിക്കര KSEB ഓഫീസിന് മുന്നിൽ പൊയ്യ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലായി 7ഓളം ഹൈമാസ്റ്റ് ലൈറ്റുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കണക്ഷൻ ലഭിക്കുന്നതിന് വേണ്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടും ലൈറ്റിനുള്ള കണക്ഷൻ നൽകാൻ പുത്തൻവേലിക്കര KSEB AE തയ്യാറാകുന്നില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് പറഞ്ഞു. KSEBക്ക് അതിന് കണക്ഷൻ കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് കുറേ നാളുകളായി ബുദ്ധിമുട്ടിക്കുന്നു. അതിൻ്റെ എസ്റ്റിമേറ്റ് അനുസരിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച ഒരു പ്രവൃത്തിയാണിത്. എന്നാൽ ഈ കാലം അത്രയും അതിന് കണക്ഷൻ കൊടുക്കാനായിട്ട് പുത്തൻവേലിക്കര KSEBയിലെ AE തയ്യാറാവുന്നില്ല. ഇതിനെതിരെ പരാതി AXക്ക് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു കത്ത് കിട്ടുകയും ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ AEക്കൊരു കത്ത് കൊടുക്കേണ്ട എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നാൽ മാറ്റം വരുത്തിക്കൊള്ളാം എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ കത്ത് ഇന്ന് കൊടുത്തത്. ഈ കത്ത് തരാമെന്ന് പറഞ്ഞിട്ട് പോലും ഇത് നൽകാൻ പറ്റില്ല എന്നാണ് KSEBയിലെ AE പറയുന്നത്. വേറെ പല വിഷയങ്ങളുമായി പറഞ്ഞുകൊണ്ടാണ് മറ്റ് ഈ മിനിമാസ് ലൈറ്റുമായി ബന്ധമില്ലാത്ത പഞ്ചായത്തിലെ മറ്റ് ചില വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കണക്ഷൻ കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം പറയുന്നത്. മറ്റൊരു സുരക്ഷാ പ്രശ്നമൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഈ മിനിമാസ് ലൈറ്റുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ലാത്ത കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് കണക്ഷൻ നൽകാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഒരു KSEB ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ലക്ഷക്കണക്കിന് രൂപകൾ മുടക്കിക്കൊണ്ടാണ് പൊയ്യ പഞ്ചായത്തിൽ 7 മിനിമാസ് ലൈറ്റുകളാണ് പുത്തൻവേലിക്കര കീഴിൽ വരുന്ന വിവിധ വാർഡുകളിലായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ 7 മിനിമാസ് ലൈറ്റിനും
ഒരേ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് മറ്റൊരു വിഷയമാണ് പറയുന്നത്, ഈ വിഷയം പറഞ്ഞുകൊണ്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ പേരിലാണ് ഇന്ന് പ്രതിഷേധവുമായിട്ട് ഇന്ന് ഇവിടേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം ഉണ്ടായത്. യാതൊരു ബന്ധവുമില്ലാത്ത സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കണക്ഷൻ നൽകാത്തതെന്ന് പ്രസിഡന്റ് ആരോപിച്ചു. മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. ഇവരുമായിട്ട് അന്ന് പിരിഞ്ഞത് അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഏകദേശം ഇത് മേലോട്ട് വിടുകയും ഒരു സത്യവാങ്മൂലം വാങ്ങിച്ചു കൊടുത്തിട്ട് മേലിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ചെയ്യാനെന്ന് പറയണം. അപ്പോൾ ഇത് ഫോർവേഡ് ചെയ്തിട്ട് ഇപ്പം ജനുവരി 24 ഫോർവേഡ് ചെയ്തിട്ട് ഇപ്പം 10 ദിവസമായി. അതിന് വന്നിട്ട് മേളിൽ നിന്ന് മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. സത്യവാങ്മൂലം ഇന്ന് വരെ അല്ലെങ്കിൽ ഇന്നലെ കൊടുക്കാമെന്നുണ്ടോ ഇന്നലെ വരെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്കിപ്പോൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യണമെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ സത്യവാങ്മൂലം വാങ്ങിച്ചിട്ട് അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മുടെ കാഴ്ചപ്പാട്ടിൽ ഈ പറഞ്ഞ പോലെ 10 ദിവസത്തോളം ഈ പറഞ്ഞ വിഷയം ആലോചിക്കാനായിട്ട് മേളിൽ നിന്ന് ഒരു സാവകാശം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ പ്രസിഡന്റ് പോയ സമയത്ത് ഈ പറഞ്ഞ കാര്യം ചെയ്തു കൊടുക്കാം എന്നാണ് പ്രസിഡന്റ് അടുത്ത് പറഞ്ഞത്. മീഡിയ ടൈം മാള. BJPയുടെ MP ആയപ്പോൾ സുരേഷ് ഗോപി തമാശക്കാരനായി മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തൃശൂർ MP പറയുന്നു ആലപ്പുഴയിലാണ് എയിംസ് വരേണ്ടതെന്ന്. ഇപ്പോൾ എയിംസ് എവിടെയുണ്ട്? വാലും തുമ്പുമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ് സുരേഷ് ഗോപി എന്ന് ബിനോയ് വിശ്വം തൃശൂരിൽ പറഞ്ഞു. പക്ഷെ BJPയുടെ MP ആയപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ തമാശക്കാരനുമായി അദ്ദേഹം പറയുന്നത് ബാക്കിയില്ല. തമാശകൾ, തമാശാ പരമ്പരയ്ക്ക് സമ്മാനമുണ്ടെങ്കിൽ നമുക്ക് സുരേഷ് ഗോപിക്ക് കൊടുക്കാം. എയിംസ് എവിടെയെങ്കിലും അദ്ദേഹം കൊടുത്തു വെക്കും. തൃശ്ശൂരിന്റെ MP പറയുകയാണ് എയിംസ് വരേണ്ടത് ആലപ്പുഴയാണ്. കോഴിക്കോട്ട് സ്ഥലവുമായിട്ട് കാത്തിരിക്കുകയാണ് ഗവൺമെന്റ് വർഷങ്ങളായി. ജനങ്ങളും കേരള സർക്കാരും കാത്തിരിക്കുക. തൃശ്ശൂർ MP പറയുകയാണ് ഒരു 5-6 സ്ഥലം പറയുകയാണ് അവിടെ എയിംസ് ലാസ്റ്റ് പറഞ്ഞ ആലപ്പുഴ തന്നെ വരേണ്ടത്. എയിംസ് എവിടെ വന്നിപ്പോ കേരളത്തിൽ എയിംസ് എവിടെ കിട്ടിയില്ല. ഈ മന്ത്രി പറയണം, അടുത്ത മന്ത്രിയും പറയണം. 2 മന്ത്രിമാരോട് വിടുന്നു BJP ഗവൺമെന്റ്. നാക്കുണ്ടോ അവർക്ക്? നാക്കും മൂക്കുമില്ലാത്ത, അവിടെ ഒരു വാക്ക് പോലും മിണ്ടാൻ കെൽപ്പില്ലാത്ത ആ നിസ്സഹായതയെ ഇത്തരം വാചകവടി മൂടിവെക്കാൻ ശ്രമിക്കുന്ന ഇത്രയും മന്ത്രിമാരും MP-മാരും എന്തിനു വേണ്ടിയാണ്? വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം താൽക്കാലികമായി നിർത്തിവെച്ചു. പോസ്റ്റ്മോർട്ടം മുറി അറ്റകുറ്റപ്പണിക്കായി അടച്ചതിനെ തുടർന്നാണ് തീരുമാനം. ഇന്നു മുതൽ 1 മാസത്തേക്ക് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകില്ലെന്ന് അധികൃതർ അറിയിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആളൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസലി ഫ്രാൻസിസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് M അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് EV സുശീല, ജോയ് മണ്ഡകത്ത്, KS ഉണ്ണികൃഷ്ണൻ, EV ജോണി എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് PP പുഷ്പാങ്കദൻ കലാമത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം നിർവഹിച്ചു. പുതിയ മെമ്പർമാരെ ബ്ലോക്ക് സെക്രട്ടറി PS സേതു മാധവൻ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. 80 കഴിഞ്ഞ പെൻഷൻകാരെ ജില്ലാ കമ്മിറ്റി മെമ്പർ KA അനീഫയെയും ആളൂർ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പെൻഷനർ മേരി ജോൺസണെയും യോഗം ആദരിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് EV സുശീല രചിച്ച 2 പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മവും പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. കുടിവെള്ള പൈപ്പിടാൻ വെട്ടിപ്പൊളിച്ച ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിന്റെ പണികൾ പൂർത്തിയാക്കി എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനം നടത്തി. ചളിങ്ങാട് പ്രവാസി ട്രസ്റ്റും പ്രദേശവാസികളും ചേർന്നാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ചളിങ്ങാട് RCUP സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കാക്കാത്തുരുത്തിയിൽ സമാപിച്ചു. CPT പ്രസിഡന്റ് PN നസീർ ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി KM സൈഫുദ്ദീൻ, PK നാസർ, TS മുസ്തഫ, TS നജീബ്, PMA ജബ്ബാർ, റൂബി നാസർ, നൂർജഹാൻ മുസ്തഫ എന്നിവർ സംസാരിച്ചു. അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ഫാദർ ജോയൽ പുല്ലേലി കൊടിയേറ്റം നിർവഹിച്ചു. ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും പരിശുദ്ധ കന്യാമറിയത്തിലെയും വിശുദ്ധ സെബസ്ത്യാനോസിലെയും ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാകയെ വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തുടർന്ന് പ്രസുതേന്തി വാഴ്ച, കുർബാന ലധീഞ്ഞ്
നൊവേന എന്നീ ചടങ്ങുകൾ നടന്നു. ഫെബ്രുവരി 6 വൈകിട്ട് ദീപാലങ്കാരം സ്വിച്ച് ഓൺ നടക്കും. ഫെബ്രുവരി 7 വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കും. 8 പരിശുദ്ധ കാണിക്ക മാതാവിന്റെ ദർശന തിരുനാൾ ആഘോഷിക്കും. ഫാദർ സിബു കള്ളാപ്പറമ്പിൽ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും. പീച്ചിയിൽ വനത്തിനുള്ളിൽ കാട്ടാനാക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മയിലാടുംപാറ സ്വദേശി 35 വയസ്സുള്ള ഷിജുവാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം നടക്കുമ്പോൾ ഷിബുവിനോടൊപ്പം 4 പേരുണ്ടായിരുന്നു. കാട്ടാനയെ കണ്ടതോടെ മറ്റുള്ളവർ ചിതറിയോടുകയും ഷിബുവിനെ ആന ആക്രമിക്കുകയുമായിരുന്നു എന്നാണ് വിവരം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. കേന്ദ്ര സർക്കാർ ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ നഗരത്തിൽ പ്രകടനം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബുവിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ TM നാസർ, VM മൊയ്തീൻ, PH മഹേഷ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ PV രമണൻ, VA നദീർ, K വേണുഗോപാൽ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ അയൂബ് കരൂപ്പടന്ന, KP സുനിൽകുമാർ, ഡിൽഷൻ കൊട്ടേക്കാട്, TS ഷാജി, KS കമറുദ്ദീൻ, V മോഹൻ, ഹബീബ് ഇടവഴിക്കൽ, P ദിലീപ്, സുനിൽ കളരിക്കൽ, OS സുജിത് തുടങ്ങിയവർ പങ്കെടുത്തു. കൊടകര ചെറുവത്തൂർ കർഷക സമിതിയുടെ 50ാം വാർഷികം ആഘോഷിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ കർഷക സമിതി പ്രസിഡന്റ് KD ജോബി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രനീല ഗിരീശൻ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർമാരായ സുമി ബിജു, വിദ്യ സുനിൽകുമാർ, കൺവീനർ ഷാജൻ, ഉഷ സത്യൻ, KG രജീഷ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 4 മണിക്കൂറോളം നാടിനെ മുൾമുനയിൽ നിർത്തി കൊമ്പന്റെ പരാക്രമം. ഗൗരീനന്ദൻ എന്ന ആനയാണ് തൃപ്രയാർ കിഴക്കേനട രാജവീതി റോഡിൽ ഇടഞ്ഞോടി വ്യാപക നാശം വരുത്തിയത്. ഹൈമാസ്റ്റ് സ്ഥാപിച്ച് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടും പുത്തൻവേലിക്കര KSEB കണക്ഷൻ നൽകുന്നില്ലെന്ന് ആരോപണം. പൊയ്യ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ KSEB ഓഫീസിലേക്ക് പ്രതിഷേധ സമരം നടത്തി. പീച്ചിയിൽ വനത്തിനുള്ളിൽ കാട്ടാനാക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മയിലാടുംപാറ സ്വദേശി 35 വയസ്സുള്ള ഷിജുവാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.